ഹായ് ലുബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാക്കി വരുന്ന ഇഡ്ഡലി മാവ് വെച്ച് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പക്കോറയാണ്. ഈ പക്കോറയ്ക്കുള്ള മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് കട്ടിയുള്ള ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഈ ഇഡ്ഡലി മാവിന് നല്ല കട്ടി ഉണ്ടാവണം. നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം കുറച്ച് ചേർത്ത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർക്കുന്നു. അതുപോലെ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് കൊത്തി അരിഞ്ഞത് നമ്മുടെ എരിവ് പോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഒരു സവാളയുണ്ട്. 2 കപ്പ് മാവിന് ഇത്രയൊക്കെ തന്നെ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇപ്പം നമ്മൾ അപ്പക്കാരമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു പിഞ്ച് മതി. ബേക്കിംഗ് സോഡ ആവുമ്പോൾ 1/4 ടീസ്പൂൺ. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് റവപ്പൊടി കൂടി ചേർക്കുവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും റവയും ഒക്കെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് പക്കോറ ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, അതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പക്കോറ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. താങ്ക്